ഹായ് അസ്സലാമലൈക്കും മുത്തുമണികളെ, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്. അപ്പം ഇന്ന് കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോ ഒന്നും ഇടാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ഇന്ന് ഒരു കല്യാണം ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ. ഇന്ന് അസർക്ക് ശേഷമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോയിരുന്നു. അപ്പോൾ കല്യാണത്തിന് പോയപ്പോൾ എങ്ങനെയായിരുന്നോ, പിന്നെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ കല്യാണത്തിന് കേട്ടോ. ആണുങ്ങൾ ഉണ്ടാവില്ല. കാരണം എന്താണോ, നിക്കാഹിൻ്റെ അന്ന് നിക്കാഹ് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിരുന്നു. അപ്പോൾ നിക്കാഹിൻ്റെ അന്ന് വെറും ആണുങ്ങൾക്ക് മാത്രമുള്ള കല്യാണമായിരുന്നു, കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് മാത്രം. ഇവിടെ അങ്ങനെ കേട്ടോ, ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് കല്യാണത്തിന് ഉണ്ടാവില്ല. ഫാമിലി ആയാൽ പോലും കേട്ടോ. ആണുങ്ങളെ കല്യാണത്തിന് പെണ്ണുങ്ങളും പോവില്ല, പെണ്ണുങ്ങളുള്ള അന്നത്തെ കല്യാണത്തിന് ഒരാൾ പോലും കല്യാണ സ്ഥലത്ത് ഉണ്ടാവില്ല കേട്ടോ. അത് കാരണം എന്താണെന്നോ, ഇവർ ഈ കല്യാണപ്പെണ്ണിൻ്റെ തലയിലൊന്നും മക്കനിടൂല. ചെറിയ കയ്യില്ലാത്ത ഒരു ഫ്രോക്കും പിന്നെ അങ്ങനത്തെയൊക്കെയാണ് ഇവരെ വെഡ്ഡിങ് ഡ്രസ്സ് കേട്ടോ. അപ്പോൾ ഓരോ ഫാമിലിയൊക്കെ ഏകദേശമൊക്കെ അങ്ങനെയുള്ള ഡ്രസ്സുകൾ തന്നെ ഇടുക, മക്കനൊന്നും ഇടാതെ. നല്ല രസമാണ് കാണാനായിട്ട്. പക്ഷെ അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റൂല. ഫോട്ടോ വീഡിയോസോ ഒന്നുമില്ല കേട്ടോ. അവർ വീട്ടിൽ നിന്നൊക്കെ അവരവരെ വീട്ടുകാരൊക്കെ എടുക്കുന്നല്ലാണ്ട് ഹാളിൽ നിന്നൊന്നും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും കഴിയൂല. നമുക്ക് ഫോണൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ കഴിയൂല അല്ലേ. നല്ല രസമായിരുന്നു കാണാൻ. വെറും പെണ്ണുങ്ങൾ മാത്രം, ഒറ്റ ആണുങ്ങൾ പോലും ഇല്ല. പിന്നെ അങ്ങനെയാണ് ഇവിടെ. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ആണുങ്ങൾ പോണോടത്തേക്ക് എല്ലാ പെണ്ണുങ്ങളൊന്നും പോകില്ല. അപ്പം പെണ്ണുങ്ങൾ തന്നെയാണെങ്കിലുള്ളൂ പിന്നെ അറബിച്ചികളൊക്കെ പോവുള്ളൂ ഇവിടെ കേട്ടോ. അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നം കൂടിയുണ്ട്. പിന്നെ ഇവരുടെ ഡ്രസ്സും രീതിയൊക്കെ ഇങ്ങനെയല്ലേ. അപ്പോൾ കല്യാണം അടിപൊളി. പിന്നെ നമ്മളെ നാട്ടിലൊക്കെ കല്യാണത്തിനൊക്കെ നമ്മൾ പോകുമ്പോൾ പൈസ ഗിഫ്റ്റൊക്കെ അല്ലേ കൊടുക്കുക. ഇവിടെ അതല്ല കേട്ടോ. ഇവിടെ ഫുഡ് ഉണ്ടാക്കി പോവുക ചെയ്യുക. നമ്മൾ ഓരോ വീട്ടിലും പിന്നെ ഇവിടെ ഉണ്ടാക്കിയത് എന്തൊക്കെയാണ്, മക്രോണി ഇല്ലേ, നമ്മളെ പാസ്ത, അതും ഉണ്ടാക്കി. പിന്നെ കേക്കില്ലേ, കോക്കനട്ട് നമ്മളെ തേങ്ങൻ്റെ കേക്ക് ഉണ്ട്, അത് ഉണ്ടാക്കും ഇവിടെ, അതും ഉണ്ടാക്കി. പിന്നെന്താ, പിന്നെ ഈ ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ട് അതും ഇതും 4 ഐറ്റംസ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ചെറിയ ചെറിയ പാത്രത്തിലാക്കിയിട്ട് മൂടി വെച്ചിട്ട് അടുക്കി വെച്ചിട്ട് അത് കൊണ്ടുപോയി കൊടുത്തു. അത് പിന്നെ നമ്മൾ പെണ്ണുങ്ങളൊന്നും അല്ല കേട്ടോ, അത് ആണുങ്ങൾ വരെ മക്കൾ കൊണ്ടുപോയി കൊടുത്ത്. അത് പിന്നെ അവർ വീട്ടിലേക്ക് എത്തിക്കുക. എന്നിട്ട് പിന്നെ ഓഡിറ്റോറിയം അല്ല, ഒരു നമ്മളെ നാട്ടിലൊക്കെ പന്ത് കളിക്കുന്ന ടർഫില്ലേ, അങ്ങനെ ഒരു സ്ഥലം ഉണ്ട്. അവിടെ വെച്ചിട്ടായിരുന്നു കല്യാണം കേട്ടോ. അവിടെ ചുറ്ററും പന്തലൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി അലങ്കരിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ കാണാൻ നല്ല രസമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് പോണേ. ഞാനിതിന് മുന്നേ പോയിരുന്നു, അത് വീട്ടിലേക്ക് കല്യാണത്തിൻ്റെ തലേദിവസം പോയത്. പക്ഷെ അത്രക്കൊന്നും രസം തോന്നിയില്ല. അപ്പോൾ നല്ല അടിപൊളി കല്യാണമായിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല. ചോറങ്ങനെ കാര്യമായിട്ടൊന്നും നമ്മളെ നാട്ടിലത്തമാർ, ഇവിടെ ഈ അല്ലറ ചില്ലറ അങ്ങനത്തെ സംഭവങ്ങളല്ലേ. വൈകുന്നേരമൊക്കെ ചോറുണ്ടായിരുന്നു, പിന്നെ സാദാ ചോറും പിന്നെ മട്ടൻ കറിയില്ലേ, അത് ഇവിടെ എന്ത് വിശേഷമാണെങ്കിലും അങ്ങനെ കേട്ടോ. നമ്മളെ നാട്ടിലത്തമാർ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയൊന്നുമില്ല. മട്ടൻ കറിയും അതുപോലെ സാദാ ചോറാണ് ഇവിടെ എന്ത് വിശേഷങ്ങൾക്കും വെക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നു മുത്തുമണികളെ. അടിപൊളി കല്യാണം കണ്ട്. അപ്പം അങ്ങനെ ഒമാനത്തെ ഒരു കല്യാണം കൂടി. അപ്പം എന്തായാലും സൂപ്പറായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മുത്തുമണികളെ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ തരീട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ, അസ്സലാമു അലൈക്കും.